ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം സവാള നന്നായിട്ട് അരിഞ്ഞിട്ട് അത് സൺഫ്ലവർ ഓയിലിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി മിക്സ് ചെയ്തിട്ട് ഹാഫ് ആൻ അവർ വയ്ക്കാം. ഇനി നമുക്ക് ആ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. അതേ സെയിം ഓയിലിൽ തന്നെ നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ബേ ലീഫ്, സ്റ്റാർ ഉന്നീസ് അതൊക്കെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ പൈനാപ്പിൾ, സവാള അരിഞ്ഞതും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്യുന്നത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഇടയിൽ സോൾട്ട് ഇടാൻ മറക്കണ്ട, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. സോൾട്ട് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആ സവാള വഴന്ന സമയത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ആവശ്യമനുസരിച്ച്, മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമനുസരിച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഗരം മസാല അതും ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് ഇനി ഒരു സ്പെഷ്യൽ ബിരിയാണി മസാല പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തന്നെ ശരിയാക്കിയതാണ്. അതും ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് കാഷ്നട്ട്, ബ്രോക്കൺ കാഷ്നട്ടാണത്. അത് നന്നായിട്ട് കഴുകിയിട്ട് പുതിന, മല്ലിയില, കാഷ്നട്ടിൻ്റെ പീസസ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമ്മൾ വഴന്നുകൊണ്ടിരിക്കുന്ന സവാളയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു കുറച്ച് നേരം ഇങ്ങനെ ആ മസാലയിലേക്ക് അത് പിടിക്കുന്ന വരെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ബിരിയാണി റൈസ് ജീരകശാല അരിയാണ് എടുക്കുന്നത്. ഞാൻ ആദ്യമേ അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം, അതാണ് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം എടുക്കുന്ന മെഷർമെൻറ്റ്. അത് നമ്മൾ ആവശ്യാനുസരണം അത് ആക്കിയെടുക്കാം. സൺഫ്ലവറും ഗീയും കൂടി ഇട്ടിട്ട് അതിനകത്ത് പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ് ഇതൊക്കെ കൂടി ഒന്ന് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പൈനാപ്പിളിൻ്റെ ചെറിയ പീസസും സവാളയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്തേക്ക് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യണത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 4 കപ്പ് വെള്ളം ബോയിൽ ചെയ്തിട്ട് അതാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വാർന്ന് വെച്ചിരിക്കുന്ന അരി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് റൈസ് ഒന്ന് പറ്റി വരുമ്പോഴേക്ക് അതിനകത്തേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തോട്ടോ. റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടറൊക്കെ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കേവട വാട്ടർ, ഇതൊക്കെ നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല മണമാണ്. പിന്നെ ബുഷിൻ്റെ ബിരിയാണി എസൻസ് ഇതൊക്കെ ആഡ് ചെയ്തു.
പിന്നെ പുതിനയും മല്ലിയിലയും കൂടി അരിഞ്ഞത് അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെയ്തതുകൊണ്ടാണ് ഈ കേവട വാട്ടറും എസൻസും ഒക്കെ ആഡ് ചെയ്തത്. അതൊന്നും ഇല്ലെങ്കിലും നല്ല മണവും നല്ല ടേസ്റ്റും, നല്ല ക്വാളിറ്റിയുള്ള റൈസ് ആണെങ്കിലും നല്ല സ്മെല്ലുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം, യെല്ലോ കളർ, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന സവാള, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി, പൈനാപ്പിൾ. ഇനി ഒരു ചെറിയൊരു ഫ്ലെയിമിൽ ഒരു 10 to 15 minutes ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മളുടെ ബിരിയാണി റൈസും റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ആദ്യത്തെ ഒരു ഓൺ വോയിസ് ആണ്. ഹോപ്പ് യു എൻജോയ്. താങ്ക് യു.